ഈ 2 ദിവസങ്ങൾക്ക് 3 ദിവസങ്ങൾക്ക് മുമ്പ് രക്ഷകരായി അവതരിപ്പിച്ച പലരും നമ്മളോട്, കേരളത്തിന്റെ പൊതുസമൂഹത്തോടും ഇന്ത്യയോടും ഒക്കെ പറഞ്ഞു, ബെയിൽ ആപ്ലിക്കേഷൻ കോടതി വരുമ്പോൾ ഞങ്ങൾ എതിർക്കുകയില്ല, സർക്കാർ പ്രോസിക്യൂട്ടർ എതിർക്കുകയില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെല്ലാവരും കണ്ടു, ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ സർക്കാരിന്റെ പ്രോസിക്യൂട്ടർ ആ ബെയിൽ ആപ്ലിക്കേഷനെ എതിർക്കുന്നത് അതിന്റെ ഉത്തരവ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഈ കപടമുഖം അങ്ങനെ കേരളത്തിന്റെ അതിർത്തി വിട്ട് കർണാടകത്തിലേക്കോ വടക്കോട്ടോ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പീഡനമാണ്. പക്ഷെ കേരളത്തിലോട്ട് വന്നാലോ അങ്ങ് ലാളനമാണ്, അങ്ങ് ചേർത്ത് വെക്കുക. കേക്ക് തരുന്നു, ചായ തരുന്നു, മധുരം തരുന്നു. പക്ഷെ ആ കേക്കിന്റെ കൂടി ഇത്ര വിഷമുണ്ട് എന്ന് ഇവിടുത്തെ ന്യൂനപക്ഷക്കാർ വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളുടെ അനുഭവമാണ്. പ്രിയമുള്ളവരെ, 2014 കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് 127 ക്രൈസ്തവർക്കെതിരെ ഫയൽ ചെയ്തതായ കേസുകളാണ്, 127 കേസുകളാണ് ഇന്ത്യയിലെ മഹാരാജ്യത്ത് ഉണ്ടായത്. 2024 അവസാനിക്കുമ്പോൾ, ബാക്കി വർഷത്തെ കണക്കുകൾ ഞാൻ പറയുന്നില്ല, 2024 അവസാനിക്കുമ്പോൾ 834 കേസുകളാണ് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ, സിസ്റ്റേഴ്സിനെതിരെ നോർത്ത് ഇന്ത്യയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് ഭീതിജനകമായ ഒരു കണക്കാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം 2 കള്ളക്കേസുകളെങ്കിലും കൃത്യമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ആ തിരുവേലി ഇവിടെ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് ഇന്നലെ